بسم الله الرحمن الرحيم وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1575 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖ്നാസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാതില ذلك ظن الذين كفروا فويل للذين كفروا من النار أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദീർഘമായ ഒരു വിവരണം നമ്മൾ സൂറത്ത് സ്വാദില് വായിക്കുകയുണ്ടായി. 17-ാമത്തെ ആയത്ത് മുതൽ 26-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേൾപ്പിക്കുന്നതിന് ദാവൂദ് അലൈഹിസ്സലാമിനെ പോലെ സഹനം അവലംബിക്കുന്നവനാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു ഈ സംഭവങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിക്കുന്നത്. അതിനെ തുടർന്നുള്ള അടുത്ത സംഭവ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഉപസംഹാരം എന്ന നിലക്കും ഒരുപക്ഷെ അടുത്ത വിവരണത്തിന്റെ ഒരു മുഖവുര എന്നുള്ള നിലക്കൊക്കെയായി ചില ആയത്തുകളാണ് നമ്മൾ കാണുന്നത്. ആ വിഭാഗത്തിൽ പെടുന്ന ഒരു 3 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ 3 ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ നമ്മൾ കുറച്ചുകൂടി അതിന്റെ ചില സൂചനകളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ആ കാര്യങ്ങൾ ആദ്യം വിവരിച്ചതിന് ശേഷം ഈ ആയത്തുകളിലേക്ക് വരാം എന്നാണ് കരുതുന്നത്. ദാവൂദ് അലൈഹിസ്സലാം വളരെ പ്രഗത്ഭനായ, അതുപോലെ വളരെ ഉയർന്ന സ്വഭാവ ഗുണങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉണ്ടായിരുന്ന, വളരെ ആർജവവും തന്റേടവും ഒക്കെ കാണിക്കാൻ സാധിച്ച ധീരനായ ഒരു യുവാവായിട്ടാണ് രംഗത്ത് വന്നതും അള്ളാഹു അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അവര് നേരിട്ടിരുന്ന വലിയൊരു ഭീഷണിയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യം നൽകി, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ ഭരണം നിർവഹിക്കാൻ
അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. അത് സ്വേച്ഛകളാൽ സ്വാധീനിക്കപ്പെടുന്ന വിധത്തിലുള്ള ഭരണനിർവഹണം ആവരുത്. അങ്ങനെ ആയാൽ അത് താങ്കളെ അത് സത്യമാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കളയും. അങ്ങനെ അള്ളാഹുവിന്റെ സരണിയിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുകയാണെങ്കിൽ അതൊരാളെ നരകശിക്ഷയിലാണ് എത്തിക്കുക. തുടങ്ങിയിട്ടുള്ള താക്കീതുകളൊക്കെ അള്ളാഹു നൽകിക്കൊണ്ടാണ് ദാവൂദ് അലൈഹിസ്സലാമിന് ഇങ്ങനെയുള്ള ഒരു ചുമതലയും ദൗത്യമൊക്കെ ഏൽപ്പിക്കുകയുണ്ടായത്. ദാവൂദ് അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ നായകനായി, അവരിലേക്കുള്ള പ്രവാചകനായും അതുപോലെ അവരുടെ ഭരണനിർവഹണം നടത്തിയിരുന്ന രാജാവായും ഒക്കെ ഫലസ്തീനിലെ ജെറുസലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഭരണ സംവിധാനം ഫലപ്രദമായി കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണനിർവഹണത്തിനിടയിലാണ് ഈ രണ്ടാളുകൾ അദ്ദേഹത്തിന്റെ മിഹ്റാബിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു ആവലാതി, അവർക്കിടയിലുള്ള ഒരു തർക്കം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിനോട് വിധി തേടുന്നതും. ആ വിഷയം നമ്മൾ മനസ്സിലാക്കി. രണ്ടിൽ ഒരാള് പറയുന്നത് ഇയാൾ എന്റെ സഹോദരനാണ്, എന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ കൂട്ടുകാരനാണ്, അദ്ദേഹത്തിന് 99 പെണ്ണാടുകളുണ്ട്, എനിക്ക് ഒരാടേ ഉള്ളൂ, പക്ഷെ എന്റെ ആടിനെ അയാൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. സംസാരത്തില് ആളുകളോട് സംസാരിക്കാനും അത് ഫലപ്രദമായി ആളുകളെ കൺവിൻസ് ചെയ്യാനും ഒക്കെയുള്ള വലിയ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എന്നെ സംസാരം കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, സംസാരം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് എന്നതാണ് പരാതിയായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തില് നീതിപൂർവകമായ, അന്യായമുള്ള വിധത്തിലോ അക്രമപരമായ വിധത്തിലോ അല്ല, നീതിപൂർവകമായ ഒരു വിധി പറയണം എന്നാണ് ഈ രണ്ടാളുകൾ ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയുണ്ടായത്. ദാവൂദ് അലൈഹി ഇസ്ലാം കാര്യം വിശദമായി മനസ്സിലാക്കി അക്കാര്യത്തില് ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയുണ്ടായി. ലഖദ് ലലമക ബിസുആലി നഅജതിക ഇലാ നിആജി, അയാളുടെ 99 പെണ്ണാടുകളോടൊപ്പം നിന്റെ ഒരു ആടിനെയും കൂടി അങ്ങ് വിട്ടുകൊടുക്കണം എന്ന് പറയുക വഴി അയാൾ നിന്നോട് വലിയ അക്രമം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൂട്ടുസംരംഭമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവകാശങ്ങൾ ഹനിക്കുന്ന സ്വഭാവക്കാരാണ്. മറ്റുള്ളവന് അവകാശപ്പെട്ടത് സ്വന്തമാക്കാനുള്ള ഇടപെടലും ശ്രമമൊക്കെ നടത്തുന്ന സ്വഭാവക്കാരാണ്. അള്ളാഹുവിലും അത് വിശ്വാസമുള്ളവരും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരൊഴികെ മിക്കവാറും എല്ലാവരും തന്നെ കൂട്ടു സംരംഭങ്ങളിൽ മറ്റുള്ളവരോട് ചതി ചെയ്ത് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾ സ്വന്തമാക്കുന്ന ഒരു പ്രവണത കാണിക്കുന്ന ആളുകളാണ് എന്നാണ് ഇത് സംബന്ധമായിട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ദാവൂദ് അലൈഹി ഇസ്ലാം സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായത്. ഈ കാര്യം അവരോട് പറഞ്ഞതോടുകൂടി അവര് ഉന്നയിച്ച വിഷയത്തിനുള്ള തീർപ്പായി കഴിഞ്ഞു. അതില് ഒരാടുള്ള ആളുടെ വാദം ശരിയാണ് എന്നത്, അതുകൊണ്ട് മറ്റേയാള് ആ ഒരാടിനെ കൂടി തനിക്ക് വിട്ടുതരണം എന്നാവശ്യപ്പെട്ടത് അക്രമമാണ്, മര്യാദയല്ല, നീതിയോ ന്യായമോ അല്ല എന്ന കാര്യം അതിൽ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഈ കാര്യം പറഞ്ഞതോടുകൂടി പെട്ടെന്ന് ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. ഈ രണ്ടാളുകൾ ഉന്നയിച്ച ഈ വിഷയം യഥാർത്ഥത്തില് എന്നെ പറ്റി തന്നെ അല്ലേ എന്നതാണ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു ആലോചന. ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ കാര്യങ്ങൾ ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹു നടത്തിയ ഒരു ഇടപെടലല്ലേ എന്നാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് ബോധ്യമാവുന്നത്. അത് തനിക്ക് ഇതുപോലെ സമാനമായ ഒരു വിഷയത്തില് ഒരു വലിയ പിഴവ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന കാര്യം
ഓർമ്മപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ബോധമുണർത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തന്റെ മുന്നിൽ ഈ രണ്ടാളുകളെ ഈ വിഷയവുമായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അങ്ങനെ റുക്കൂലോ സുജൂദിലോ ഒക്കെ ആയിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്നവനായിക്കൊണ്ട് വീഴുകയാണ്. ഈ കാര്യമാണ് ഖുർആൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഈ പറയുന്നതില് എന്താണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് സംഭവിച്ച പിഴവ്, ആ കാര്യം ഖുർആൻ വ്യക്താക്കുന്നില്ല. അപ്പോ എന്താണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് സംഭവിച്ച പിഴവ്? അദ്ദേഹത്തിന് ഈ ഈ വിഷയത്തില് എന്തുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ അള്ളാഹു ഇവിടെ നൽകാതിരിക്കുന്നത്, അതിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ എന്തായാലും ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു. തുടർന്നുള്ള വിവരണം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വലിയ ഔന്നത്യമുള്ള സ്ഥാനവും അതുപോലെ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ നൽകിയുണ്ടായി എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോ ഇന്ന് നമുക്ക് ഈ ആയത്തുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ആരുടെയോ അവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാൻ പോയതാണ്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഒരു ബോധം ഉണർന്നതോടുകൂടി ആ അക്രമപരമായ സംഗതിയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങി. ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. അപ്പോ ദാവൂദ് അലൈഹി ഇസ്ലാം ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഈ തെറ്റ് യഥാർത്ഥത്തിൽ തെറ്റ് ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അത് പൊറുക്കപ്പെടാത്തൊരു തെറ്റല്ല. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം ഒക്യുപ്പൈ ചെയ്തിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം അലങ്കരിച്ചിരുന്ന ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ നീക്കപ്പെടേണ്ട വിധത്തിലുള്ള, അദ്ദേഹത്തെ അവിടുന്ന് ആ പൊസിഷന് നീക്കം ചെയ്യേണ്ടതിന് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ആക്രമമോ അല്ലെങ്കിൽ ഒരു പാതകമോ ഒന്നും ആയിരുന്നില്ല അത് എന്നൊക്കെയുള്ള കാര്യം ഖുർആനിലെ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഒരു അക്രമപരമായ ഒരു സംഗതി തന്നെയാണ്. അതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങി. അത് അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഉയർന്ന പദവിയും സ്ഥാനമൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന്റെ അധികാരം കൂടുതൽ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോ മനസ്സിലാക്കാവുന്ന ഒരു സംഗതി, അത് ഗൗരവമുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ തിരുത്തപ്പെടാവുന്നതും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ ഇടയുള്ളതും ഒക്കെയായ ഒരു കാര്യമാണ് എന്നത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ സംഗതി എന്നത് മനസ്സിലാക്കാൻ പിന്നെ അതിന്റെ സാധ്യതയുള്ള സ്രോതസ്സുകള് ബൈബിളിലെ വിവരണങ്ങളാണ്. ബൈബിളില് ദാവൂദ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കൂട്ടിക്കലർത്തലുകൾ വരുത്തുന്ന വിധത്തിൽ, ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ചേരുകയില്ലാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ടൊക്കെയാണ് അത് സംബന്ധമായിട്ടുള്ള വിവരണം നൽകപ്പെടുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് യഥാർത്ഥത്തിൽ ഈ പ്രതീകാത്മകമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുന്നതിന് വേണ്ടി രണ്ടാളുകള് ആ സമൂഹത്തിലെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹുകളായ ആളുകളുടെ കൂട്ടത്തിൽ രണ്ടാളുകള് ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സാങ്കല്പികമായ ഒരു വിഷയം അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ 99 ആടുകളുടെയും ഒരാടിന്റെയും ഉടമയായ രണ്ടാളുകൾ വന്നല്ലോ. ഈ സംഗതി യഥാർത്ഥത്തിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഈ രണ്ടാളുകള് അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സാധ്യത നൽകുന്ന വിധത്തിലാണ് ഈ കഥയുടെ സൂചനകൾ ബൈബിളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക.
അപ്പൊ ഇതില് ബൈബിൾ നൽകുന്ന വിവരണം യഥാർത്ഥത്തില് ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ദാവൂദ് അലൈഹിസ്സലാം തന്റെ സൈന്യത്തിലെ ഒരു അംഗമായിരുന്ന, ഒരു സൈനികനായിരുന്ന ഊരിയാവ് എന്ന പേരിലുള്ള ഒരാള്. എന്റെ ബൈബിൾ ഇംഗ്ലീഷ് വേർഷനിൽ അതിന്റെ സോഴ്സിൽ അതിന്റെ പേരെന്താണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോ ഹിത്യൻ വർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഊരിയാവ് എന്ന സൈനികന്റെ ഭാര്യയെ ദാവൂദ് അലൈഹി ഇസ്ലാം കാണാനിടയായി. അദ്ദേഹം ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഊരിയാവിനെ ഒരു യുദ്ധത്തില് ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആ ഊരിയാവിന്റെ പത്നിയെ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ളതാണ് ബൈബിൾ നൽകുന്ന സൂചന. ഈ സ്ത്രീയിലാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ സുലൈമാൻ അലൈഹി ഇസ്ലാം ജനിക്കുന്നത് എന്നൊക്കെയാണ് ബൈബിൾ നൽകുന്ന വിവരണം. അപ്പൊ ഇതില് ഈ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഒരാളുടെ, തന്റെ കീഴിലുള്ള, തന്റെ നിർദ്ദേശത്തിന് വഴങ്ങാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ തനിക്ക് വിധേയപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു പൊസിഷനിലുള്ള ഒരാളുടെ പത്നിയെ ദാവൂദ് അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചു. അവളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ആ സൈനികന് കൊല്ലപ്പെടാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കി എന്നൊക്കെയുള്ള വിവരണം ഒരിക്കലും തന്നെ ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന കാര്യങ്ങളെ അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ സംഗതികൾ അതിൽ കയറി കൂടിയത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ, ബനു ഇസ്രായേൽ സമൂഹം ഒരു ഘട്ടത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് വലിയ ശത്രുത കാണിച്ചുകൊണ്ട് പെരുമാറിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് കൂട്ടിക്കലർത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളാവാനാണ് ഇത് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ബൈബിളില് നൽകുന്ന കഥയുടെ വിവരണത്തില് ഒരു കാര്യം, യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ച ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവര് പറയുന്നത്, ഒരു പട്ടണത്തില് 2 പേര്, അവരിൽ ഒരാള് വളരെ സമ്പന്നനും അതുപോലെ നല്ല കരുത്തനൊക്കെ ആയ ആളാണ്, മറ്റാള് വളരെ ദരിദ്രനാണ്. അപ്പോ ഈ കരുത്തനും സമ്പന്നനും ഒക്കെ ആയ അയാൾക്ക് ധാരാളം ആടുമാടുകളും ഒട്ടകങ്ങളും അതുപോലെയുള്ള കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ദരിദ്രനായ ആൾക്ക് വില കൊടുത്തു വാങ്ങിയ ഒരു ആട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ധനവാന്റെ അടുക്കല്, ഈ ധനികനായ ഈ സമ്പന്നനായ ആടുമാടുകളുടെ ഉടമയായ ആളുടെ അടുക്കല് ഒരിക്കലൊരു വഴിയാത്രികൻ വന്നു. അപ്പൊ അദ്ദേഹത്തെ സൽക്കരിക്കുന്നതിന് വേണ്ടി ദാവൂദ് അലൈഹി ഇസ്ലാം ഒരു ആടിനെ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം ആടുകളെ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ എടുക്കുന്നതിന് പകരം ആ ദരിദ്രനായ ആളുടെ ആടിനെ ചോദിച്ച് വാങ്ങുകയും അതിനെ അറുത്ത് സൽക്കരിക്കുകയൊക്കെ ചെയ്തു എന്ന വിധത്തിലുള്ള ഒരു വിവരണം ബൈബിളില് ഈ ഖുർആനിലെ ഈ സംഭവവുമായി പരാമർശിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ളതായിട്ട് കാണുന്ന ഒരു വിവരണം കാണാം. അപ്പോ ഇത് ഈ ധനികനായ ആള് അയാളുടെ സ്വന്തം ആടിനെ അറുക്കാൻ മടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ ആടിനെ പിടിച്ചെടുത്തുകൊണ്ട് അതിനെ അറുക്കുകയാണ്. അയാളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനൊന്നും ആ പാവപ്പെട്ട ആൾക്ക് സാധിച്ചില്ല എന്ന വിധത്തിലുള്ള ഒരു കഥയാണ് ഈ നാഥാൻ എന്ന കഥാപാത്രം ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് വിവരിക്കുന്നത്, ഈ 2 ആളുകളെ പരാമർശിച്ചുകൊണ്ട്. അതിനെ തുടർന്ന് ഈ കഥയില് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് നിലപാട് ഖുർആനിൽ ഇവിടെ വിവരിച്ചതിനോട് സമാനമായ വിധത്തില് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ നാഥാൻ ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് ആ ഘട്ടത്തിൽ പറയുന്നത്, ആ മനുഷ്യൻ, ആ ധനികനായ മനുഷ്യൻ, ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്ന ആള്, പാവപ്പെട്ട മനുഷ്യനോട് അക്രമം ചെയ്ത ആള് താങ്കൾ തന്നെയാണ്, നീ തന്നെയാണ്. യഹോവ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഞാൻ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു, വീട് തന്നു, പത്നിമാരെ തന്നു. പക്ഷെ ഇസ്രായേൽ വിഭാഗത്തെയും യഹൂദ വിഭാഗത്തെയും ഒക്കെ നിനക്ക് വിധേയപ്പെടുന്നവരാക്കി
തന്നു. പക്ഷെ നീ എന്റെ കൽപ്പന നിരസിച്ചു കളഞ്ഞു. അതിനാല് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങുകയില്ല. അക്രമത്തിന്റെ ഏറ്റുമുട്ടലിന്റെ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെയുള്ള വിധത്തിലാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് ഈ നാഥാൻ സംസാരിക്കുന്നതായിട്ട് ബൈബിളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ കാര്യങ്ങള്, അതുപോലെ വേറൊരു വിവരണം ബൈബിളിൽ കാണുന്നത്, ഈ ദാവൂദ് അലൈഹി അസ്സലാം ഒരിക്കല് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു എല്ലാ നിലക്കും തികവുള്ള യോഗ്യയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കാണാനിടയായി. അപ്പോ അതൊരു പട്ടാളക്കാരന്റെ പത്നിയാണ്. പക്ഷെ ആ സ്ത്രീ എല്ലാ നിലക്കും യോഗ്യയാണ് എന്ന് കണ്ട് ദാവൂദ് ആ സ്ത്രീയില് ആകൃഷ്ടനാവുകയും അവളെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയും അവളോടൊപ്പം ശയിക്കുകയും അവള് ഗർഭിണിയാവുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് അവളുടെ ഭർത്താവായിരുന്ന പട്ടാളക്കാരൻ ഊരിയാവിനെ കൊന്നുകളയാൻ വേണ്ടി ഒരു യുദ്ധത്തില് അദ്ദേഹം അതിനു വേണ്ടിയുള്ള തന്ത്രം മെനഞ്ഞ് അയാളെ ആ വിധത്തില് പറഞ്ഞു വിടുകയും അങ്ങനെ സൈന്യത്തലവന് അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ട സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹം ആ സ്ത്രീയെ വിവാഹം ചെയ്തു എന്നൊക്കെയുള്ള വിവരണങ്ങളാണ് ബൈബിളിൽ ഇത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും തന്നെ ഒരു ദാവൂദ് അലൈഹി ഇസ്ലാമിനെ പോലെ വലിയ ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന കാര്യമേ അല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖുർആൻ ഈ കഥ ബനു ഇസ്രായേൽ സമൂഹത്തിൽ വളരെയേറെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതും അതുപോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെയും ഒക്കെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതുമായ കഥയായതുകൊണ്ടാണ് ഈ കാര്യം ഖുർആൻ അതിന്റെ വിശദാംശങ്ങൾ പറയാതിരിക്കുന്നത് ഒന്ന്. മറ്റൊന്ന്, ഇത് അടിസ്ഥാനരഹിതമായ ഒരുപാട് അബദ്ധങ്ങൾ കയറിക്കൂടിയ ഒരു വിവരണമാണ് എന്നതിനാലും ആയിരിക്കണം അത് ഖുർആൻ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യം വിവരിക്കുകയോ ചെയ്യാതിരിക്കുന്നത്. പക്ഷെ ഇതില് ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് എന്നൊരു കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് ഈ ബനു ഇസ്രായേൽ സമൂഹം പ്രചരിപ്പിച്ച വിധത്തിലുള്ള ഗൗരവമുള്ള ഒരു പിഴവല്ല എന്നാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ആധുനികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ വിവരിക്കുന്നത്, ഇതിന്റെ ഒരു സാധ്യതയായിട്ട് പറയുന്നത്, ബനു ഇസ്രായേൽ സമൂഹത്തില് നിലവിലുണ്ടായിരുന്ന അവരുടെ രീതികൾ അനുസരിച്ച് ഒരാൾക്ക് തന്റെ മറ്റൊരാളുടെ പത്നിയിൽ താല്പര്യം ഉണ്ടാവുകയും അവളെ കല്യാണം കഴിക്കുവാൻ മോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അയാളോട് തന്റെ പത്നിയെ വിവാഹമോചനം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും അയാള് വിവാഹമോചനം ചെയ്തതിനെ തുടർന്ന് അവളെ വിവാഹം ചെയ്യുന്നതും ഒക്കെ ആ സമൂഹത്തില് നിലവിലുണ്ടായിരുന്ന ശീലങ്ങളും രീതികളും ഒക്കെ ആയിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒരു സ്ത്രീയെ തന്റെ ഭാര്യയാക്കാൻ മോഹിച്ചു എന്നൊരു സംഗതി മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ പട്ടാളക്കാരന്റെ പത്നിയോട് അവളെ വിവാഹം മോചനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി എന്ന ഒരു കാര്യം ഒരു സാധ്യതയുള്ളതാണ് എന്നതാണ് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഈ ഘട്ടത്തിലാണ് അള്ളാഹു അദ്ദേഹത്തിനെ അത് സംബന്ധമായി ഉണർത്തുന്ന വിധത്തില് അത് വലിയ അക്രമപരമായ ഒരു കാര്യമാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രണ്ടാളുകളെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഈ ഡിസ്പ്യൂട്ടിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞയക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ തന്റെ ഭാഗത്ത് സംഭവിച്ച ഒരു വീഴ്ചയെ കുറിച്ച് എനിക്ക് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ആലോചന ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന വിധത്തിലുള്ള ഒരു പിഴവാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അത് സംബന്ധമായിട്ട് ഖുർആൻ മുഫസ്സിറുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പൊ ദാവൂദ് അലൈഹി ഇസ്ലാം തന്റെ ഭാഗത്തൊരു പിഴവ് സംഭവിച്ചു പോയി എന്ന കാര്യം മനസ്സിലാക്കി അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും പിന്തിരിയുകയും ഒക്കെ ചെയ്തു എന്നതും, അതുപോലെ അവര് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് പിന്നീട് ഒരു ഘട്ടത്തില് ആ സ്ത്രീയുടെ ഭർത്താവ് ഊരിയാവ് ഒരു യുദ്ധത്തില് സ്വാഭാവികമായ നിലക്ക് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഒരു പക്ഷെ കുറച്ച് കാലം പിന്നിട്ടതിന് ശേഷം ദാവൂദ് അലി ഇസ്ലാം ആ സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടാവാനും ഇടയുണ്ട് എന്നൊക്കെയുള്ള അനുമാനങ്ങളാണ് ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതീകാത്മകമായ വിധത്തിൽ ദാവൂദ് അലി ഇസ്ലാമിന് തനിക്ക് സംഭവിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള ആ പിഴവിനെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ രണ്ടാളുകളെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ ദാവൂദ് അലി ഇസ്ലാം ഇവിടെ 99 ആടുകളുള്ള ഒരാടുള്ള ഒരാളുമാണല്ലോ. അപ്പോ ഇത് ദാവൂദ് അലി ഇസ്ലാമിന് ധാരാളം പത്നിമാര് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതും അതുപോലെ ഈ പട്ടാളക്കാരന് ഒരു പത്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ഒക്കെയായ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള് ഇതിന്റെ വിശദാംശങ്ങളായിട്ടൊക്കെ വിവരിക്കപ്പെടുന്നുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ പദവിയിലിരിക്കുന്ന അധികാരത്തിലും സ്വാധീനത്തിലും അതുപോലെ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ ആളുകളെ പറയാനും സംസാരിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്ന വാചക സാമർഥ്യമൊക്കെ ഉള്ള ഒരവസ്ഥയില് ദാവൂദ് അലൈഹി ഇസ്ലാം വ്യക്തിപരമായ ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ഭരണനിർവഹണത്തില് വഴിവിട്ട വിധത്തില് അദ്ദേഹത്തിനെ സ്വാധീനിക്കുകയുണ്ടായി എന്ന ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി. പക്ഷെ ആ തെറ്റ് ദാവൂദ് അലൈഹി ഇസ്ലാം ചെയ്തതായിട്ട് വിശുദ്ധ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം അത് തിരിച്ചറിയുകയും അങ്ങനെ ഒരു ആലോചന ഉണ്ടായതും അതിനുവേണ്ടിയുള്ള അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചില പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതും ഉണ്ടായി എന്നതേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് അള്ളാഹു ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് തടയുകയാണ് ഉണ്ടായത് എന്നതാണ് ഈ ഖുർആന്റെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദാവൂദ് അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഒരു ആലോചന ഉണ്ടായില്ല, അത് അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചില്ല, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നതിന് മുമ്പായി അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതും അള്ളാഹു അദ്ദേഹത്തെ തിരുത്താൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തതുമാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിൽ പ്രചരിച്ച കഥകളിലെ ഈ ബൈബിളിലും ബൈബിൾ അനുബന്ധ സ്രോതസ്സുകളിലും ഒക്കെ വിവരിക്കപ്പെടുന്ന സംഗതികള് അടിസ്ഥാനരഹിതമായതും ദാവൂദ് അലി ഇസ്ലാമിനെ പോലെ വളരെ ഉന്നതനായ ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ഒരു നിലക്കും ചേരാത്തതുമായ ഒരു കാര്യമാണ് എന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മുഫസ്സിറുകൾ ഈ വിധത്തിൽ അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഉദ്യമിക്കുന്നത്. ഖുർആൻ അതിന്റെ വിശദാംശങ്ങൾ ഖുർആന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താതിരിക്കുന്നതിന്റെ ഒരു യുക്തിയും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ദാവൂദ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ അധികാരവും സ്ഥാനവും പദവിയും ഒക്കെ ഉള്ള ആ സാഹചര്യത്തില് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഒരു ചാപല്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അധികാരവും സാധ്യതയും പദവിയും ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത തെളിഞ്ഞ ഒരു ഘട്ടം, ആ ഘട്ടത്തിലാണ് ദൈവികമായ ഇടപെടൽ ഉണ്ടാവുന്നതും ദാവൂദ് അലൈഹി ഇസ്ലാമിനെ തിരുത്തുന്നതും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോ എന്തായാലും ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ഒരു പിഴവ് ഇത് സംബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ പിഴവ് പക്ഷെ പൊറുക്കപ്പെടാവുന്നതും അദ്ദേഹത്തിന്റെ അദ്ദേഹം നിർവഹിക്കുന്ന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കാരണമാവുന്ന വിധത്തിലുള്ള ഒരു ഗൗരവമുള്ള ഒരു കാര്യത്തിലേക്ക് അത് നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതുമാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പൊ ഇത് ദാവൂദ് അലൈഹി ഇസ്ലാം ഇതിനെ തുടർന്ന്
ബനു ഇസ്രായേൽ സമൂഹത്തില് വളരെയേറെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും അതുപോലെ വലിയ പ്രതിസന്ധി നേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം സഹനം അവലംബിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അക്കാര്യം ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ സഹനത്തിന്റെ കാര്യത്തില് ദാവൂദ് അലൈഹിസ്സലാമിനെ മാതൃകയായി ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിടെ നിർദ്ദേശം നൽകിയത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോ അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. അത് ഈ നടന്നു വന്ന ഈ ചർച്ചയുടെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷനായിട്ട്, ഒരു ഉപസംഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളുടെ ആ വിവരണത്തിന്റെ ഒരു തുടക്കമായിട്ടും അതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ അതിന്റെ ഈ ആയത്തിന്റെ വളരെ പരിമിതമായ ഒരു ആശയം മാത്രം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വമാ ഖലഖ്ന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. അള്ളാഹു പറയുന്നത്, ആകാശങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ബാത്തിലായ, അടിസ്ഥാനരഹിതമായ, മിഥ്യയായ വിധത്തിലല്ല. ഒരു മിഥ്യ എന്ന നിലക്ക്, അല്ലെങ്കിൽ യാതൊരു ഒരു സത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ളതല്ലാത്ത ഒരു രീതിയിലല്ല നാം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്, അവയ്ക്കിടയിലുള്ളത്. ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ഉദ്ദേശപൂർവമായി ശരിയായ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആസൂത്രണവും ലക്ഷ്യവും പദ്ധതിയും ഒക്കെ ഉള്ള വിധത്തിലാണ് ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് അത് കേവലം ഒരു തമാശയാണ്, അല്ലെങ്കിൽ ഒരു കളിയാണ് എന്നുള്ള നിലക്ക് സങ്കല്പിക്കുന്നത് ദാലിക ലന്നുല്ലദീന കഫറു, സത്യനിഷേധികളുടെ കേവലമായ ഊഹം മാത്രമാണ്. ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയോ എന്തെങ്കിലും പദ്ധതി ഉള്ള വിധത്തിലോ ഒന്നും അല്ല എന്ന് സങ്കല്പിക്കുന്നത് നിഷേധികളുടെ ഒരു ഊഹം മാത്രമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ഒരു വിവരണത്തിന് നമ്മുടെ കേരളത്തില് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഒരു ഹെബൽ അൻവർ എന്ന പേരിൽ ഉള്ള ഒരു ചെറിയ ഒരു പയ്യൻ, ഒരു അസാധാരണമായ പ്രതിഭയും കഴിവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള, ഒരു ഫിസിക്സിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രഗത്ഭനായ ഒരു പയ്യൻ. അവന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതില് ഈ ആകാശഭൂമികളെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു തികവ് ഒരു പോരായികയും ഇല്ലായിക എന്നത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയ വിധത്തില്, എല്ലാ നിലക്കും ബാലൻസ്ഡ് ആയിട്ട്, എല്ലാ നിലക്കും സന്തുലിതത്വമുള്ള വിധത്തില് പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു കളിതമാശയായിട്ട് ഒരിക്കലും ആവുകയില്ല എന്ന ഒരു കാര്യം ആ പെർഫെക്ഷൻ വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന്റെ പുറകില് കൃത്യമായ ലക്ഷ്യത്തോടും കൃത്യമായ ഉദ്ദേശത്തോടും പദ്ധതിയോടും കൂടിയാണ് ഈ പ്രപഞ്ചത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ വിലയിരുത്തുന്ന ആർക്കും ബോധ്യപ്പെടും. അതിന് അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നത് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് ആരെങ്കിലും ഇതൊക്കെ ആകസ്മികമായി താനെ ഉണ്ടായതാണ്, ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഒരു കാലം, നിർണിതമായ ഒരു കാലം കഴിഞ്ഞ് ഈ പ്രപഞ്ചം അങ്ങ് നശിച്ചു പോയാൽ പോലും അതിനെ തുടർന്ന് ഒന്നും സംഭവിക്കാനിരിക്കുന്നില്ല എന്നൊക്കെയുള്ള അനുമാനങ്ങൾ, അത് ഖുർആൻ ഇവിടെ പറയുന്നത് ദാലിക ലന്നുല്ലദീന കഫറു, നിഷേധികളുടെ കേവലം ഊഹം മാത്രമാണ് എന്നാണ് പറയുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, അതുകൊണ്ട് നിഷേധികൾക്ക് നരകത്തിന്റെ
ശിക്ഷയാണുള്ളത്. നരകയാതനയാണ് നിഷേധികൾക്ക് ഇത് കാരണമായി. ഈ പ്രപഞ്ച സംവിധാനത്തിന് യാതൊരു അടിത്തറയുമില്ല, അതിന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല, ഒരു സത്യാധിഷ്ഠിതമായ വിധത്തിലല്ല അതുള്ളത്, വെറും മിഥ്യയാണ്, മായയാണ് എന്നൊക്കെ പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പേരിൽ, അങ്ങനെ പറയുന്നതിന്റെ പേരിൽ നരകശിക്ഷയാണുള്ളത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് തുറന്നു പറയുന്നത് അം നജാലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർള്. എന്നിട്ട് രണ്ട് വിഭാഗം ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഒന്ന് അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവര് ജീവിതത്തെ ബാത്തിലായിട്ട് കാണുന്നില്ല, പ്രപഞ്ചത്തെ ബാത്തിലായിട്ട് കാണുന്നില്ല, അത് മിഥ്യയാണെന്നോ മായയാണെന്നോ ലക്ഷ്യരഹിതമായ ഒരു സംഗതിയാണ് എന്നോ ഒന്നും സങ്കല്പിക്കുന്നവരല്ല ഈ വിശ്വാസമുള്ളവരും അതുപോലെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും. അവര് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. അവരും കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു അടിത്തറയുമില്ലാത്ത മായയാണ്, മിഥ്യയാണ്, ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു പേർപ്പസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കാം, പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥയോ നിയമമോ ഒരു സംവിധാനമോ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ കരുതി ജീവിക്കുന്ന എന്ന് പറഞ്ഞ ഫസാദിന്റെ ആളുകളായി നിലകൊള്ളുന്ന ആളുകൾ. ഈ രണ്ട് വിഭാഗത്തെയും അള്ളാഹു ഒരുപോലെയാക്കുമോ എന്നാണ് അള്ളാഹുടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അം നജാലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർള്, ഈ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ആളുകളും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അധർമ്മം വ്യാപിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളും നാം ഒരുപോലെ ആക്കുമോ ഇവരെ രണ്ടു കൂട്ടരെയും എന്നാണ് ചോദ്യം. അം നജാലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അള്ളാഹുവിനെ ഗൗനിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളും അതുപോലെ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് സകലവിധ ഫുജൂറിലും ഏർപ്പെടുന്ന, എല്ലാവിധ വൃത്തികേടുകളിലും അതുപോലെ തിന്മകളിലും അക്രമങ്ങളിലും ഏർപ്പെടുന്ന ആളുകളും ഒരുപോലെയായിട്ട് അവരെ രണ്ടു കൂട്ടരെയും ഒരുപോലെയായി നാം പരിഗണിക്കുമോ എന്നാണ് അള്ളാഹുവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു, ഈ കിതാബ് നാം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് മുബാറക്കുൻ, അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണിത്. ദൈവികാനുഗ്രഹങ്ങൾ ഇതിലൂടെ മനുഷ്യരാശിക്ക് ധാരാളമായിട്ട് തുറന്നു കിട്ടിയിട്ടുണ്ട്. ലിയദ്ദബ്ബറു ആയാതി, ഇതിലെ ദൃഷ്ടാന്തങ്ങളെ അവര് മനനം ചെയ്യുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ കിതാബിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലിയ തദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് കൃത്യമായ പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുമാണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വിവരിച്ച ഈ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങൾ കൂടി ഒരു പക്ഷേ പങ്കുവെക്കേണ്ടത് ഉണ്ടാവും. ഞാനത് തുടർന്നുള്ള സന്ദർഭത്തിൽ അത് വിവരിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.